ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. കൊല്ലപ്പെട്ട സുധാകരന്റെ പോത്തുണ്ടിയിലെ വീട്ടിലും പരിസരത്തുമാണ് ഇപ്പോൾ തെളിവെടുക്കുന്നത്. നാളെ 3 മണി വരെയാണ് ആലത്തൂർ കോടതി ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ജനരോഷം കണക്കിലെടുത്ത് സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷും വിപിൻ സി വിജയനും സംഭവ സ്ഥലത്ത് നിന്ന് പോത്തുണ്ടിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. വിപിൻ, തെളിവെടുപ്പ് തുടരുകയാണോ? ഈ കുറ്റകൃത്യം വീണ്ടും വീണ്ടും ഒരു പുനഃസൃഷ്ടി നടത്തി ആ നിലയിൽ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തി കൂടുതൽ സമയമെടുത്താണോ തെളിവെടുപ്പ് നടത്തുക? നേരത്തെ അങ്ങനെ കേട്ടിരുന്നു. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ആ പോത്തുണ്ടിയിൽ ഈ കുറ്റകൃത്യം നടന്ന പ്രദേശത്ത്, ആ വീടിന് സമീപത്ത്, കുറ്റകൃത്യത്തിന് ശേഷം പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ച വയല്, അയാളുടെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച പ്രദേശം, അവിടെയൊക്കെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവ സ്വഭാവം, അതിലെ മറ്റ് സാഹചര്യങ്ങളൊക്കെ വീണ്ടും സൃഷ്ടിക്കും. അതിന് അത്തരം നടപടികൾ, അത് ക്യാമറയിൽ ചിത്രീകരിക്കും, അത്തരം നടപടികൾ കൂടി ഉണ്ടാകും ഇതിൻ്റെ ഭാഗമായി എന്ന് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരുന്നു. ഡ്രോൺ നിരീക്ഷണം കൂടി ഉണ്ട് ഇതിൻ്റെ ഭാഗമായി. ഈ നാട്ടിൽ വലിയ പ്രതിഷേധം, ജനരോഷം പ്രതിക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഏതാണ്ട് 500-ലധികം പോലീസുകാരെ ഈ മേഖലയിൽ വിന്യസിച്ചാണ് പ്രതിയെ അവിടേക്ക് കൊണ്ടുവന്നത്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയെ ഇത്രയും കനത്ത പോലീസ് സുരക്ഷയിൽ തെളിവെടുപ്പിന് പോലീസ് കൊണ്ടുവന്നിരുന്നില്ല. ഇയാളെ കസ്റ്റഡിയിലെടുത്ത ദിവസം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ പ്രതിഷേധം, അത് ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോയത്, പോലീസിന് ലാത്തി വീശേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ നൽകും. വിപിൻ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തെളിവെടുപ്പ് പൂർത്തിയാകാറായോ? പ്രതിയെ തിരികെ പോലീസ് അവിടെ ഒന്ന് കൊണ്ടുപോകുന്നതാണോ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ? വിജയകുമാർ, തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യും. കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ചിട്ടുള്ള തെളിവെടുപ്പ് ഏകദേശം അരമണിക്കൂറാണ് നീണ്ടുനിന്നത്. ഇതിൽ പ്രധാനമായും എങ്ങനെയാണ് സുധാകരനെയും ലക്ഷ്മിയെയും വകവരുത്തിയത്, എന്തായിരുന്നു അവിടെ എത്തിയതിനു ശേഷം ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം തന്നെ വിശദീകരിച്ചു. ശാസ്ത്രീയമായി തന്നെ ആ വിവരങ്ങളെല്ലാം തന്നെ വീഡിയോയിലും പോലീസ് പകർത്തിയിട്ടുണ്ട്. അതിനുശേഷം അടുത്തുള്ള കാട്ടിലേക്ക് എങ്ങനെയാണ് പോയത് എന്നുള്ളതാണ്. അത് ആ പ്രദേശത്തിലൂടെ പോയ പാടവരമ്പിന്റെ എല്ലാ കാര്യങ്ങളിലും അതിലൂടെ നടന്നു തന്നെ എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു. ഏകദേശം ഒരു കിലോമീറ്റർ തന്നെ പറയാം പാടത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ പോയതിനു ശേഷമാണ് ഇയാൾ കാട്ടിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞു മാഡം, കഴിഞ്ഞു. ആ വണ്ടി കയറ്റാം. പിന്നെ പോവാം. ഇന്ന് പോണില്ല. ഇന്നില്ല. ഇന്നിപ്പോ ഞങ്ങൾ തിരിച്ച് ആലത്തൂർ കൊണ്ടുപോകും. അതെ. കൂടുതലൊന്നും സംസാരിക്കാനില്ല. 2 ദിവസത്തെ കസ്റ്റഡി ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ നാളെ വൈകുന്നേരം 3 മണി വരെയൊക്കെയാണ് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നത്. അപ്പോൾ നമുക്കത് ഈ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇയാൾ സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡൻറ്റുകൾ, അതിനുശേഷം അയാൾ വീട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും, സിമ്മും മൊബൈലും ഉപേക്ഷിച്ച സ്ഥലവും, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും, പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലവും, അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കുറേ സാക്ഷികളുണ്ടായിരുന്നു, അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തെളിവെടുപ്പ് നടത്തി. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. അത് ഞങ്ങൾ പിന്നെ തിരയും. ഇന്നില്ല. ഞാൻ ശാസ്ത്രീയ തെളിവുകൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഇന്നും അതായിരുന്നു. ഇന്ന് പോകുന്നില്ല. പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പുതിയ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പഴയ തന്നെ. അയാൾ നിങ്ങൾ നേരിട്ട് കണ്ടതല്ല, അയാളുടെ അവസ്ഥ അയാൾ സംസാരിച്ച് എങ്ങനെയാണ് നിങ്ങൾ കണ്ടാൽ ഇത് തന്നെയാണ്. അതെ. ശരി, ഇപ്പോൾ കാണിച്ചു തന്നു. ശരി.
സീൻ റീക്രിയേറ്റ് ചെയ്യുക അതിനുവേണ്ടി കൂടിയാണ് പ്രതി അവിടെ എത്തിച്ചത്. അത് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തെ നയിക്കുന്ന ഡിവൈഎസ്പി ഇപ്പോൾ വിശദീകരിച്ചത്. ആ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. പ്രതി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ സുരക്ഷ, 500-ലധികം പോലീസുകാരെ അവിടെ വിന്യസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ പ്രതിയോടുള്ള എതിർപ്പ്, വിരോധം, രോഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വേറെ ഏതെങ്കിലും തരത്തിൽ ഈ തെളിവെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് കനത്ത പോലീസ് സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിരുന്നത്. വിപിൻ, നടപടിക്രമങ്ങൾ ഈ സീൻ റീക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഡിവൈഎസ്പി പറഞ്ഞത്. അതുൾപ്പെടെ പൂർത്തിയാക്കിയിട്ടാണ് അന്വേഷണ സംഘം മടങ്ങുന്നത്, അല്ലേ? അതെ വിജയകുമാർ, ഇവിടെ നിന്ന് ഏകദേശം അരമണിക്കൂറിലേറെ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു തെളിവെടുപ്പ് നടത്തിയതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ വെച്ചിട്ടായിരിക്കും ഇനി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവ നടക്കുകയും ചെയ്യുക. ഈ പോത്തുണ്ടിയിൽ വെച്ച് ഒരു തെളിവെടുപ്പ് എന്നുള്ളതായിരുന്നു പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള ഒരു കാര്യം. ഒപ്പം തന്നെ ഇവിടുന്ന് ഒരു ജനരോഷം ഉണ്ടാകാനൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രദേശവാസികളെ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് മറ്റ് പുറത്തു നിന്നുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. 400ഓളം പോലീസുകാരുണ്ടായിരുന്നു. 3 ഡിവൈഎസ്പിമാരും 11 CIമാരുടെയും നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം തന്നെ ഒരുക്കിയിരുന്നു. 100 വനിതാ പോലീസുകാരുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത് ഈ ബോയൻ നഗർ എന്നുള്ള സ്ഥലത്തിന്റെ ഏറ്റവും എൻഡിലുള്ള വീടാണ് സുധാകരന്റേത്. അതിന്റെ തൊട്ടിപ്പുറത്ത് പറഞ്ഞ പോലെ ചെന്താമരയുടെ വീട്, അതിന്റെ വലതുവശത്ത് ഈ ചെന്താമര എപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്ന പുഷ്പയുടെ വീട്. ഇങ്ങനെ 3 വീടുകൾ ഒറ്റപ്പെട്ട ആ ഒരു പ്രദേശത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം നോക്കത്താ ദൂരത്തോളം പാടമാണ്, അവിടെ തെങ്ങുംതോപ്പാണ്. അതിനുശേഷം പിന്നീട് കാട്. ഇതാണ് ഒരു നിലയുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം നേർവഴിക്കല്ല ചെന്താമര പോയിട്ടുള്ളത്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇയാളുടെ മൊഴി ഉണ്ടായിരുന്നത്, ഞാൻ പെട്ടെന്ന് പരിഭ്രാന്തനായി, അതുകൊണ്ട് വേലിയെടുത്ത് ചാടുകയാണ് ചെയ്തത്, അതിൽ മുറിവ് പറ്റി, അങ്ങനെ ഞാൻ കാട്ടിലേക്ക് പോയി എന്നുള്ളതായിരുന്നു. കാട്ടിലേക്ക് പോകുന്നത് ഈ 26-ന് ഈ കൊലപാതകം നടത്തിയത് അന്ന് രാത്രി മാത്രമാണ്. 10 മണിക്ക് കൊലപാതകം നടത്തി ആ ദിവസത്തിൽ അയാൾ അവിടെയൊക്കെ ഒളിച്ചിരുന്നിരുന്നു, ആ പാടത്തൊക്കെ ഒളിച്ചിരുന്നിരുന്നു. അതേക്കുറിച്ചായിരുന്നു ഇന്നത്തെ പ്രധാനമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. അത് ഒരു ഒറ്റ സ്ട്രെച്ചിൽ പോവുകയായിരുന്നില്ല. ഈ പാടത്തിലൂടെ വളഞ്ഞു കെട്ടിയാണ് ഈ പാടത്തിലൂടെ പോയിരുന്നത്. അവിടെ സിമ്മ് കളഞ്ഞ ഒരു സ്ഥലം പോലീസിന് അയാൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ കൊലപാതകം എങ്ങനെയാണ് നടത്തിയത്, വീട്ടിലേക്ക് പെട്ടെന്ന് വന്ന് അപ്പോൾ ഹെൽമെറ്റ് ധരിച്ച് എങ്ങോട്ടേക്കോ പോകാൻ നിൽക്കുകയായിരുന്നു സുധാകരൻ. ആ സമയത്ത് വെട്ടി കൊലപ്പെടുത്തി. അത് കണ്ട് ലക്ഷ്മി അമ്മ പുറത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ ചീത്ത വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അതിൽ പ്രകോപിതനായി ലക്ഷ്മി അമ്മയും വെട്ടി. ലക്ഷ്മി അമ്മയെ കൊലപ്പെടുത്തുന്നതിന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇതാണ് ചെന്താമരയുടെ മൊഴി. ഇതിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആദ്യത്തെ കൊലപാതകം നടത്തിയതിന് ശേഷം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് 2 പേരുടെ സഹായത്തിൽ ജാമ്യം നിന്നത് 2 പേരാണ്. ആ 2 പേരെ കുറിച്ചും കുറച്ച് വ്യക്തത വരേണ്ടതുണ്ട്. അതും ഈ ചോദ്യം ചെയ്യലുണ്ടാകും. നാളെ 3 മണി വരെ എന്തായാലും ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ്. തെളിവെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം ഏതാണ്ട് ഏറെക്കുറെ വിജയകരമായി പോലീസ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിൽ, ഈ കുറ്റകൃത്യം നടത്തിയ പ്രദേശം, ആ വീട്, അയാളുടെ വീട്, ഫോൺ ഉപേക്ഷിച്ച സ്ഥലം, അയാൾ രക്ഷപ്പെട്ട വഴി, ഇതിലൂടെയൊക്കെ അയാൾ സഞ്ചരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഏതെങ്കിലും ഒരു പശ്ചാത്താപമോ സങ്കോചമോ ഒന്നും ഉണ്ടായില്ല. അയാൾ ചെയ്ത ആ കൊടും കുറ്റകൃത്യത്തെ പറ്റി അയാൾ ഈ പോലീസിനോട് വിശദീകരിക്കുന്നുണ്ട്, ഒട്ടും പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ. അപ്പോൾ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയല്ലോ, അല്ലേ? തെളിവെടുപ്പിന് വേണ്ടി ബോയൻ നഗറിലേക്ക് പ്രതിയെ എത്തിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നു. പ്രദേശവാസികളായിട്ടുള്ള ആളുകളും നാട്ടുകാരും എല്ലാം ഒരുപക്ഷെ തമ്പടിച്ച് ഇവിടേക്ക് എത്തിയേക്കാം എന്നുള്ള ആശങ്കകളൊക്കെ പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്ക പൂർണ്ണമായി നീങ്ങുന്നതാണ് ഏതാണ്ട് 3/4 മണിക്കൂർ നീണ്ടുനിന്ന തെളിവെടുപ്പ് പൂർത്തിയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാനുള്ള ഈ പാതയിലൂടെ പ്രതിയെ ഈ ബോയൻ നഗറിനകത്തേക്ക് കൊണ്ടുവരുന്നു. പോലീസിന്റെ രണ്ടാമത് എത്തിച്ച ജീപ്പിലാണ് പ്രതി ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഇല്ലാതെ ഈ പ്രതി തന്റെ വീടിന് സമീപത്തേക്ക്, അതായത് താൻ ഒരുപാട് നാൾ കഴിഞ്ഞ് തന്റെ വീടിന്റെ സമീപത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ആദ്യം സുധാകരന്റെ മൃതദേഹം കിടന്നിടത്ത്, അതായത് സുധാകരനെ കൊലപ്പെടുത്തിയ ഇടത്താണ് പ്രതിയെ ആദ്യം തന്നെ എത്തിച്ചത്. അവിടെ എത്തിച്ച് എങ്ങനെയായിരുന്നു കൊലപാതകം നിർവഹിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. പ്രതി മുന്നോട്ട് വെച്ചൊരു പ്രതിരോധം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അതായത് താൻ ഈ കൊടുവാളുമായി തന്റെ പറമ്പിലേക്ക് പോകുന്നതിന്റെ അബദ്ധവശാൽ ഈ സുധാകരന്റെ കഴുത്തിന് താഴെ, ഹെൽമെറ്റിന് താഴെയായി തന്റെ ഈ കൊടുവാൾ കൊണ്ടു എന്നുള്ളൊരു പ്രതിരോധം പ്രതി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതടക്കം പൊളിക്കുന്ന തരത്തിൽ കൃത്യമായ വിവരങ്ങൾ പോലീസ് അവിടെ വെച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. അതായത് പ്രതി ആദ്യം പറഞ്ഞത് സുധാകരൻ ഈ സ്കൂട്ടറിൽ ഹെൽമെറ്റ് വിട്ടു എന്ന സുധാകരൻ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ അന്വേഷണ സംഘത്തിൽ
ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ചിന്താമണിയുടെ വസതിക്കുള്ളിലേക്കാണ് പോലീസ് കടന്നത്. അവിടെയാണ് ഇയാൾ ഈ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ വെച്ച് രാഗി മിനുക്കി ഈ ആയുധം പിന്നീട് തൻ്റെ വീടിൻ്റെ തന്നെ മുറ്റത്തുള്ള ശീമക്കൊന്നമേൽ മുറിച്ചു നോക്കി അതിന് നല്ല മൂർച്ചയുണ്ടെന്ന് ഉറപ്പുവരുത്തിയതൊക്കെ അവിടെ വെച്ചായിരുന്നു. പിന്നീട് ആ വീട്ടിലേക്കാണ് പ്രതിയെ കൊണ്ടുപോയത്. അതിനുശേഷമാണ് ലക്ഷ്മിയെ കൊലപ്പെടുത്തിയത്, അതായത് സുധാകരൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയ വീടിന് സമീപത്തേക്ക് പോയതും പിന്നീട് ഈ പാടത്തേക്കാണ് അന്വേഷണ സംഘം ഇറങ്ങിയത്. അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ മാത്രമാണ് വിജയകുമാർ. അതായത് കുറ്റകൃത്യം നടത്തിയതിനു ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ട പാത, അതുമാത്രമല്ല പ്രതി തങ്ങിയ ഇടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ വലിയ അവ്യക്തത പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അത് ദൂരീകരിക്കാൻ വേണ്ടിയാണ് ആ പാടത്തിലൂടെ, അതായത് ഒളിച്ചിരുന്ന സ്ഥലത്തേക്കാൾ പോലീസിന് അറിയേണ്ടത് എങ്ങനെ അവിടേക്ക് എത്തി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കൃത്യം നടത്തിയ ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ട പാടത്തിലൂടെ പ്രതിയെയും കൊണ്ട് ഒരിക്കൽ കൂടി ഒരു പുനരാവിഷ്കരണം പോലീസ് നടത്തുന്നു. ജില്ലാ പോലീസ് മേധാവി എന്നെ നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ, കൃത്യമായ സ്ഥലങ്ങൾ, കൃത്യമായി പ്രതി മാറി നിന്ന ഇടങ്ങൾ ഇതൊക്കെ ലഭ്യമാവുകയുള്ളൂ എന്ന ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശമായിരുന്നു. ഇതേ തുടർന്നാണ് അത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ പ്രധാനമായും സംഭവിച്ചത് പ്രതി നന്നായി തെളിവെടുപ്പിനോട് സഹകരിച്ചു എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ അടക്കം പരിഹസിച്ചുകൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് പ്രതി തെളിവെടുപ്പിനോട് സഹകരിച്ചതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും. 2 മണിക്കൂർ പോലീസ് പ്രതീക്ഷിച്ചിരുന്നിടത്തുനിന്ന് ഏതാണ്ട് 45 മിനിറ്റ് കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിഖിൽ, എന്തായാലും ആ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സീൻ റീക്രിയേറ്റ് ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി എന്ന് ഡിവൈഎസ്പി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. നമ്മൾ ഇനി പോകുന്നത് തൃപ്പൂണിത്തറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ നടപടി ആവശ്യപ്പെട്ട് കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിലാണ്. അവിടെ സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. ഒരു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും KSU പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ ശ്രമിക്കുകയാണ്. വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. KSUവിൻ്റെ കമ്മീഷണർ ഓഫീസ് മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. തുടർച്ചയായ 2ാമത് തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, KSU മാർച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. KSU പ്രവർത്തകർ പിന്മാറാൻ കൂട്ടാക്കുന്നില്ല, അല്ലേ? വിജയകുമാർ, തീർച്ചയായും മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടാണ് KSUവിന്റെ പ്രതിഷേധ മാർച്ച് വന്നത്. അത് BSNL ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി ആദ്യം പ്രയോഗിച്ചത്. 2ാമതും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇവിടെ നിന്നതോടുകൂടിയിട്ടാണ് 2ാമതും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ജലപീരങ്കിക്ക് നേരെ ഉൾപ്പെടെ കൊടി കെട്ടിയിരുന്ന വടികൾ ഉൾപ്പെടെ എറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. മറുവശത്ത് പോലീസുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി സമരത്തിനെത്തിയിരുന്ന നിരവധി KSU പ്രവർത്തകർ വശങ്ങളിലേക്ക് ഉൾപ്പെടെ മാറി നിൽക്കുന്നുണ്ട്. ഒരു ഭാഗം പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുന്നത്. 2 തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം KSU പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. അവർ ഇപ്പോഴും ആ ബാരിക്കേഡിന് മുന്നിൽ നിന്നുകൊണ്ട് ബാരിക്കേഡ് ഇളക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങൾ എറണാകുളത്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കുള്ള KSU മാർച്ച് അത് സംഘർഷത്തിൽ കലാശിച്ചതിൻ്റെതാണ്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ച് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. തൃപ്പൂണിത്തറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ റാഗിംഗ് പീഡനത്തെ തുടർന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്ന പരാതി, എന്ന ആരോപണം ശക്തമാണ്. അക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് KSU ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകർ ഇപ്പോൾ റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വാർത്താ മഴ കടക്കുകയാണ്. എറണാകുളം തൃപ്പൂണിത്തറയിൽ റാഗിംഗ് പീഡനത്തെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണ് തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. മിഹിറിനെതിരെ ആരോപണവുമായി വാർത്താക്കുറിപ്പും ഇറക്കി. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. മിഹിർ ഫ്ളാറ്റിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും പോലീസും അന്വേഷണം നടത്തുന്നതിനിടെയാണ് ആരോപണ വിധേയരായ കുട്ടികളെ ഉൾപ്പെടെ വെള്ളപൂശിക്കൊണ്ട് സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ തെളിവുകൾ ലഭിച്ചില്ലെന്നും നടപടിയെടുക്കാൻ സാധിക്കില്ല എന്നുമാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ വിശദീകരണം. മിഹിർ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളും വാർത്താക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് മിഹിറിന് TC വാങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. TC നമ്മൾ പേരൻസിന്റെ ഇഷ്ടത്തിന് വാങ്ങിയത്, അതായത് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണ് ആ TC നമുക്ക് തന്നത്. അവര് നമ്മളോട്
അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ അവർ TC തന്നതല്ല, നമ്മൾ എടുത്തതാണ് TC അവിടെ. സഹപാഠികൾ ഉൾപ്പെടെ രൂപീകരിച്ച ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ മിഹിർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് ചർച്ചകളും നടന്നിട്ടുണ്ട്. ഇത്തരം പ്രത്യക്ഷമായ തെളിവുകൾ നിലനിൽക്കെയാണ് സ്കൂൾ അധികൃതർ സംഭവത്തെ വെള്ളപൂശുന്നത്. സ്കൂളിലെ അധ്യാപകർക്ക് പലർക്കും അധ്യാപന യോഗ്യതകൾ ഇല്ലെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തെളിവെടുപ്പിൽ തന്റെ മകന് നേരിട്ട പീഡന വിവരങ്ങൾ മാതാവ് തെളിവായി നൽകിയിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികൾ സ്കൂളിൽ നടന്ന പീഡനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു പറയുമെന്നാണ് മിഹിറിന്റെ ബന്ധുക്കളും വ്യക്തമാക്കുന്നത്. 24 കൊച്ചി. ഈ സ്കൂളിന് NOC ഉണ്ട് എന്ന് സ്കൂൾ അധികൃതർ പറയുമ്പോൾ NOC ഉള്ളതായി ഇതുവരെ വിവരമില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്ന് അറിയിച്ചത്. ഇന്നലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അക്കാര്യം സൂചിപ്പിച്ചു. അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിവിന് സർക്കാർ നീക്കം. കിഫ്ബിയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിയമ ധനമന്ത്രിമാർ പങ്കെടുത്ത യോഗം അംഗീകരിച്ചു. ടോൾ പിരിവ് സംബന്ധിച്ച് ചർച്ച നടന്നതായി CPM സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും സ്ഥിരീകരിച്ചു. ടോൾ പിരിവിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. മലയോര തീരദേശ ഹൈവേകൾ ഉൾപ്പെടെ കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്നവയായതിനാൽ സംസ്ഥാനത്ത് വ്യാപക ടോൾ പിരിവിനാണ് കളമൊരുങ്ങുന്നത്. നിലവിൽ കേരളത്തിലെ ദേശീയപാതകളിൽ മാത്രമാണ് ടോൾ പിരിവുള്ളത്. 50 കോടിയിലേറെ രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡുകളിലും പാലങ്ങളിലുമാണ് ടോൾ പരിഗണിക്കുന്നത്. മന്ത്രിസഭ കൂടി അംഗീകരിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കും. കിഫ്ബി ഇത് സംബന്ധിച്ച പഠനവും ആരംഭിച്ചു. ടോൾ പിരിവ് LDF-ൽ ചർച്ച ചെയ്തെന്നും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പദ്ധതികൾ വേണമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള വരുമാനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കുന്നതിൽ തീരുമാനമായില്ലെന്നും അത് സംബന്ധിച്ച ആലോചന നടക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബി പൊതുജനങ്ങൾക്ക് ശാപമായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചു. ഇതൊരു വെള്ളാനയാണെന്നും ഇത് സംസ്ഥാനത്തിന് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം അതിന് മറുപടി പറയണം. ടോൾ പിരിവിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് സർക്കാർ വിശദീകരണം. നിലവിലെയും ഭാവിയിലെയും കിഫ്ബി പദ്ധതികൾക്ക് വരുമാനം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന്റെ ചില മാതൃകകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാലും നിലപാട് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല വിവാദത്തിൽ മുന്നണി യോഗം വിളിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് RJD കത്ത് നൽകിയിട്ടുണ്ട്. ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഈ മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം, കേരളത്തിൽ ആവശ്യമായ മദ്യം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് നേരത്തെ നയപരമായി തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രായോഗിക രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ സാധാരണ നിലയിൽ ഏത് വകുപ്പാണോ ഇത് നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ ഏത് വകുപ്പാണോ ഈ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് ആ വകുപ്പിന് തുടർ നടപടികളിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ഇതെല്ലാം ഏത് മുന്നണിയിൽ ഏത് പാർട്ടികൾക്കും ഇതിൻ്റെ മേലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിച്ച സമിതിയുടെ റിപ്പോർട്ട് ചോർന്നതിൽ കോൺഗ്രസിൽ ആഭ്യന്തര അന്വേഷണം. വ്യാജമെന്ന് കോൺഗ്രസ് പറയുന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് ആദ്യം പുറത്തുവിട്ടത് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയാണ്. വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് കോൺഗ്രസ് ആണെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ തോൽവി പഠിക്കാൻ KPCC നിയോഗിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിവാദമാണ് കോൺഗ്രസിൽ ഉടലെടുത്തത്. റിപ്പോർട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ കോൺഗ്രസിൽ ആഭ്യന്തര അന്വേഷണം തുടങ്ങി. പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിക്കും മുമ്പേ പരസ്യപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. സ്വന്തം ഫേസ്ബുക്കിൽ റിപ്പോർട്ടിലെ പേജുകൾ പങ്കുവച്ചത് ഞായറാഴ്ച രാത്രി. തൊട്ടടുത്ത ദിവസമാണ് മാധ്യമങ്ങളിൽ വാർത്തയായത്. ഇതോടെ വിവാദ പോസ്റ്റ് അനിൽ അക്കര പിൻവലിച്ചു. പിന്നാലെ റിപ്പോർട്ട് മാധ്യമ സൃഷ്ടിയെന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്കെതിരെ പരാതിയും നൽകി. കോൺഗ്രസ് നേതാക്കളുടെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയണമെന്ന LDF തൃശൂർ ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ. കേന്ദ്ര ഏജൻസികളുടെ പ്രചാരകരായിട്ടാണ് പ്രവർത്തിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരെ കൊണ്ട് BJPക്ക് വോട്ട് ചെയ്യിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് അനിൽ അക്കരയും TN പ്രതാപനും ജോസ് വള്ളൂരും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കാണ്. ആ കാര്യം ഇപ്പോൾ KPCCയുടെ അന്വേഷണ കമ്മീഷൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
വിഷയത്തിൽ വിവാദം സൃഷ്ടിച്ചത് കോൺഗ്രസ് നേതാക്കൾ തന്നെയെന്ന തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ 24-നോട്. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിന്റെ റിപ്പോർട്ടിലുള്ളത് എന്നുള്ളത് അവർ ജനങ്ങളോട് പറയുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകളാണത് പുറത്തു കൊണ്ടുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് വ്യാജമാണെന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. റിപ്പോർട്ട് അനിൽ അക്കരയിലൂടെ പുറത്തു വന്നതിൽ കടുത്ത അമർഷമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. 24 തൃശൂർ. അതേസമയം തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിയുകയാണ് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. പുറത്തുവന്ന റിപ്പോർട്ടിലെ ഒരു പേജ് മാത്രം വ്യാജമെന്നാണ് പുതിയ വിശദീകരണം. ഫേസ്ബുക്കിൽ മുൻപ് റിപ്പോർട്ട് പങ്കുവച്ചിരുന്നു എന്നും ചിത്രത്തിന് വ്യക്തതയില്ലാത്തതിനാലാണ് പിൻവലിച്ചത് എന്നുമുള്ള വിചിത്രവാദമാണ് അനിൽ അക്കര ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ റിപ്പോർട്ട് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയക്കുന്നു. ഞാൻ ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് എന്റെ നേതാക്കന്മാർ പറഞ്ഞ അറിവനുസരിച്ച് അതിലൊരു പേജ് പൂർണ്ണമായും വ്യാജമാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതിനകത്ത് 23-ാമത്തെ നമ്പർ പേജാണെന്ന് തോന്നുന്നു, പേജ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ പേജ് വ്യാജമാണ് എന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാവുകയും അത് ആരോ DTP എടുത്ത് പുതുതായി എനിക്കെതിരെ പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഇത് കിട്ടാൻ വേണ്ടിയും പൊതുസമൂഹത്തിന് കിട്ടാൻ വേണ്ടിയും അപ്പോൾ തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഞാനത് ലോഡ് ചെയ്തിട്ടുണ്ടായി. താൻ നിയമ നടപടി സ്വീകരിച്ചവരെല്ലാം ഇന്ന് അഴിക്കുള്ളിലാണെന്നും അനിൽ അക്കരയുടെ ഭീഷണി. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, ഈ റിപ്പോർട്ട് അപ്പാടെ വ്യാജമാണ് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അന്വേഷണ സമിതിയിലെ KC ജോസഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇപ്പോൾ അനിൽ അക്കര അത് മാറുന്നു, അതിൽ നിന്നും പിന്മാറുന്നു, ഒരു പേജ് മാത്രമാണ് വ്യാജമെന്ന് പറയുന്നു. ഇപ്പോൾ സുനിൽകുമാർ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടുകയല്ലേ കോൺഗ്രസ് വേണ്ടത്? എന്താണ് അക്കാര്യത്തിൽ ഈ അവിടുത്തെ തൃശ്ശൂരിലെ നേതാക്കൾക്കൊക്കെ പറയാനുള്ളത്? സ്വാഭാവികമായും വിജയകുമാർ, ഈ ആശയക്കുഴപ്പങ്ങൾ പിൻവലിക്കണമെങ്കിൽ, അത് ഇല്ലാതാകണമെങ്കിൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിവാദമായി നിൽക്കുന്ന അനിൽ അക്കരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെയാണ്. ഇന്നലെ, അതായത് ഞായറാഴ്ച രാത്രിയാണ് അനിൽ അക്കര തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ഈ റിപ്പോർട്ടിൻ്റെ യഥാർത്ഥ കോപ്പി ഈ കേരളത്തിൽ തന്നെ ആദ്യമായി ഈ സംഭവം ഇങ്ങനൊരു റിപ്പോർട്ടുണ്ട് എന്ന് പോലും അറിയുന്ന തരത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിന് പിന്നാലെയാണ് നമ്മൾ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വാർത്ത നൽകുന്നതും ചെയ്യുന്നത്. എന്നാലും നമുക്ക് നമ്മുടെ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് കൂട്ടായ്മ എന്നുള്ള പേരിലൊരു പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒട്ടിച്ചു. അത് KPCC അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടുക, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള പേരിലായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തൃശ്ശൂർ നഗരത്തിൽ പലയിടത്തും ഈ പോസ്റ്റർ DCC ഓഫീസിന് മുന്നിൽ പോലും ഈ പോസ്റ്റർ പ്രത്യക്ഷമായി പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നിലപാടൊക്കെ അശ്വിൻ തുടരുക. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ തൃപ്പൂണിത്തറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ നടപടി ആവശ്യപ്പെട്ട് KSU മാർച്ച്, അത് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. S ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാമ, ഈ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കിയതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ജലപീരങ്കിക്ക് ശേഷവും റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് റോഡിൽ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇതോടുകൂടിയിട്ടാണ് പോലീസ് എത്തി വിദ്യാർത്ഥികളെ കയ്യിലും കാലിലും തൂക്കിപ്പിടിച്ചുകൊണ്ട് ബസ്സിനുള്ളിലേക്ക് കയറ്റിയത്. ആദ്യഘട്ടത്തിൽ അവർ പ്രതിഷേധിച്ചുവെങ്കിലും പൂർണ്ണമായും അറസ്റ്റ് ചെയ്തവരെ ബസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരുമായി പോലീസ് ജീപ്പ് മുന്നോട്ട് നീങ്ങുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടരുമെന്ന് സൂചന തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരുമായി പോലീസ് ജീപ്പ് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ പ്രതിഷേധ പ്രവർത്തകരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഏതായാലും പ്രവർത്തകരുമായിട്ടാണ് പോലീസ്, അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ശ്യാമ ഈ പ്രവർത്തകർ പറയുന്നത്? ഈ കേസ് തീർപ്പാക്കാനായിട്ട് വലിയ രീതിയിൽ ഇടപെടലുകൾ നടക്കുന്നു. മന്ത്രിയെ ഇടപെട്ട് വിദ്യാർത്ഥിയുടെ മരണം ഒതുക്കി തീർക്കാൻ നടക്കുന്നു. രാജീവിന്റെ പേര് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഏതായാലും ആ പ്രവർത്തകർക്കെതിരായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തെളിവെടുപ്പ് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവരിപ്പോൾ മന്ത്രി രാജീവിനെതിരെ ഉൾപ്പെടെയാണ്
ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. യെസ്, പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർക്ക് നേരെ. ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മുന്നേറാൻ ശ്രമിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് നടപടി കാര്യക്ഷമമല്ല. ഈ പ്രതികൾക്കെതിരെ, ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. അവരെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നു. ഉന്നത രാഷ്ട്രീയ നേതൃത്വം അവരെ പിന്തുണയ്ക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് KSU പ്രവർത്തകർ അവിടെ ഉന്നയിച്ചത്. അല്പസമയം മുമ്പാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ശ്യാമ, അവിടെ ഒരു സംഘർഷ സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായും ഇല്ലാതായോ? മുഴുവൻ KSU പ്രവർത്തകരെയും പ്രതിഷേധിച്ചവരെയും അവിടെ നിന്ന് നീക്കിയിട്ടുണ്ടോ? വിജയകുമാർ, പ്രവർത്തകരെ പ്രതിഷേധിച്ചവരെ പൂർണ്ണമായും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഈ പ്രതിഷേധ സമരം ഉണ്ടായപ്പോൾ അതിൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ ഇവിടെ നിന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്ക് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതിഷേധം കനത്തിരുന്നു. ആ പ്രതിഷേധത്തിനൊടുവിൽ ജലപീരങ്കി പ്രയോഗമുണ്ടായി. അതിനുശേഷവും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകരെയാണ് പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അവരെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. യെസ്, പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. നിലവിൽ സംഘർഷ സാഹചര്യമില്ല എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്തയിൽ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഈ 15കാരൻ പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിന് NOC ഇല്ല, അവർക്കത് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ആ സ്കൂളിന് NOC ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഏത് കോഴ്സ്, കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന കോഴ്സായിരുന്നാലും മറ്റ് ആര് നടത്തുന്ന കോഴ്സായിരുന്നാലും നിയമാനുസരണം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു NOC വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ആദ്യം അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥൻ ചോദിച്ചത് NOCയാണ്. അവർക്ക് NOC ഇതുവരെയ്ക്കും ഹാജരാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. അതിൻ്റെ NOC ഹാജരാക്കുന്നതിനൊരു സമയം കൊടുക്കാം, അത് ഹാജരാക്കില്ലോ നോക്കട്ടെ. NOC ഇല്ലെങ്കിൽ പിന്നെ നിയമപരമായുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് തീരുമാനിക്കും. അതാണ്, NOC ഇല്ലെങ്കിൽ നിയമപരമായി മറ്റു നടപടികളിലേക്ക് കടക്കും. ഇതുവരെ NOC ഹാജരാക്കിയിട്ടില്ല, അവർക്കൊരു പക്ഷേ കുറച്ച് സമയം കൊടുത്തേക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. നമ്മൾ വീണ്ടും തൃശ്ശൂരിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിലെ KPCC അന്വേഷണ റിപ്പോർട്ടിൽ പ്രതികരണവുമായി UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ ഇന്ന് രംഗത്തെത്തി. കമ്മിറ്റി അംഗങ്ങൾ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. താൻ പരാതിക്കാരനല്ല, വസ്തുതകൾ മനസ്സിലാക്കാതെ മത്സരിക്കാൻ പോയതാണ് താൻ ചെയ്ത തെറ്റെന്നും K മുരളീധരൻ പറഞ്ഞു. പാർട്ടി 2 സീറ്റുകൾ തോറ്റതിനെ കുറിച്ച് ഗൗരവത്തിൽ കാര്യങ്ങൾ കാണുകയും ശ്രീ KC ജോസഫ് ചെയർമാനായിട്ട് കമ്മിറ്റിയെ വയ്ക്കുകയും ചെയ്തു. പിന്നെ ഞാൻ പരാതി പറയാത്ത സാഹചര്യത്തിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്, എന്തിനാണ് ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതിന് മറ്റാരെയും തലയിൽ കുറ്റം ചാർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഇതുവരെയായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു റിപ്പോർട്ടിനും നടപടി പാർട്ടി സ്വീകരിച്ചിട്ടില്ല. ഇന്നലെ ചില ചാനലിൽ കണ്ട റിപ്പോർട്ട് ഫേക്കാണോ അതോ ആരെങ്കിലും ചോർത്തി നൽകിയതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. അതേസമയം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് നേതാക്കളെന്ന് CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. KPCC അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ തെറ്റ് എന്ന് കരുതുന്നില്ല. അനിൽ അക്കര K മുരളീധരന്റെ തോൽവിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. വന്ന വാർത്ത ശരിയാണെങ്കിൽ ഇവർ നേതാക്കന്മാർ തന്നെയാണല്ലോ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഉത്തരവാദികൾ. കോൺഗ്രസിൻ്റെ തോൽവിക്ക് കാരണം ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. അന്ന് DCCയുടെ പ്രസിഡൻ്റായി വർക്ക് ചെയ്യുന്ന ജോസ് വള്ളൂർ, പിന്നെ TN പ്രതാപൻ, അന്ന് അയാൾ MP ആണ്. നമ്മുടെ MP വിൻസെൻ്റ് അന്ന് UDFൻ്റെ കൺവീനറാണ്, ജില്ലാ കൺവീനറാണ്. അനിലക്കര മഹാനായ നേതാവ്. മുരളീധരൻ്റെ പരാജയത്തിന് ഉത്തരവാദികൾ. അശ്വിൻ പാലാഴിയിലേക്ക് ഒരിക്കൽ കൂടി. അശ്വിൻ, ഇപ്പോൾ K മുരളീധരൻ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ അന്വേഷണ റിപ്പോർട്ടുകളിൽ ഒന്നും പാർട്ടി എന്തെങ്കിലും ഒരു നടപടിയെടുത്തതായി തനിക്കറിയില്ല. അക്കാര്യത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ടിലും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു അതൃപ്തി കൂടി പ്രകടിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അത് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും.
ഈ പുറത്തു വന്ന റിപ്പോർട്ടിലെ വിവരങ്ങൾ വ്യാജമെന്ന് പറയുകയല്ലാതെ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടാൻ KPCC നേതൃത്വം തയ്യാറാകുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു നടപടി എടുത്തു എന്ന് പറയാനാണെങ്കിൽ അതും ഇല്ല. അതാണല്ലോ ഇപ്പോഴത്തെ കോൺഗ്രസിലെ സാഹചര്യം, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഓഗസ്റ്റിലാണ് ഈ റിപ്പോർട്ട് അന്വേഷണ സമിതി KPCCക്ക് സമർപ്പിക്കുന്നത്. അന്നു മുതൽ ഈ നിമിഷം വരെ അതിൻ്റെ യഥാർത്ഥ രൂപം പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്ന റിപ്പോർട്ടാകട്ടെ അത് വലിയ വിവാദമാകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പേജ് മാത്രമാണ് വ്യാജം എന്നുള്ളതാണ് ഈ സംഭവവുമായൊക്കെ ബന്ധപ്പെട്ട ആരോപണ വിധേയനായ അനിൽ അക്കര അല്പസമയം മുമ്പ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ വിശദീകരണമായൊരു വീഡിയോയിൽ പറയുന്നത്. ബാക്കി പേജുകളെല്ലാം അത് യഥാർത്ഥ റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം KPCC നേതൃത്വത്തിന് മുന്നിൽ മാത്രമാണ് ഇപ്പോഴും ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ ഭാഗം ഉള്ളത്. അപ്പോഴും അദ്ദേഹം പറയുന്നു ഒരു പേജ് മാത്രമാണ് വ്യാജം, ബാക്കിയൊക്കെ ഉള്ള റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു മലക്കം മറിയൽ കൂടിയാണ് വിജയകുമാർ. കാരണം ഇന്ന് രാവിലെ വരെ അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്, അത് വ്യാജമായി ആ റിപ്പോർട്ട് ചമച്ച് ആ വ്യാജരേഖയുണ്ടാക്കി വ്യാജ വാർത്ത പുറത്തുവിട്ടത് 24 ന്യൂസാണ് എന്നുള്ളൊരു ആരോപണമായിരുന്നു അനിൽ അക്കര പുറത്തുവിട്ടിരുന്നത്. പക്ഷേ നമ്മളതിന് പിന്നാലെ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടു. ആദ്യമായി റിപ്പോർട്ട് പുറത്തുവിടുന്ന അനിൽ അക്കരാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇതിൻ്റെ പൂർണ്ണമായ രൂപം ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം പുറത്തുവിടുന്നത് അനിൽ അക്കര തന്നെയാണ്. അതിലാണ് അല്പസമയം മുമ്പ് ഫേസ്ബുക്ക് പേജിലൂടെ ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തന്നെ വിളിക്കുന്നു, ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴും ആ റിപ്പോർട്ട് തൻ്റെ കൈവശമുണ്ട്, അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തോട് പറയുന്നു. അതിലെ ഒരു പേജ് മാത്രമാണ് തെറ്റ് എന്ന് അദ്ദേഹത്തോട് വിശദീകരിക്കുകയും ചെയ്യുന്നു. പിന്നീട് നേതാക്കളടക്കം വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും എപ്പോഴും എവിടെ നിന്നാണ് ഈ റിപ്പോർട്ട് തനിക്ക് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അനിൽ അക്കര നൽകുന്നില്ല. എന്തായാലും ഇപ്പോൾ വലിയ വിവാദം അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ശരി അശ്വിൻ, എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം എന്താണ് എന്നത് ഈ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനിയിപ്പോൾ പുറത്തു വന്ന അല്ലെങ്കിൽ ഇന്നലെ ഞങ്ങൾ പുറത്തുവിട്ട ഈ റിപ്പോർട്ട് വ്യാജമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ യഥാർത്ഥ റിപ്പോർട്ട് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിടുമോ? ഇനി റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിൽ ഈ തോൽവിക്ക് ഉത്തരവാദി എന്നീ സമിതി കണ്ടെത്തിയവർക്കെതിരെ നടപടിയെടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴത്തെ CPM-ഉം CPI-യും ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള പ്രതികരണം, മറുപടി എന്താണ് എന്നുകൂടി KPCC നേതൃത്വം വിശദീകരിക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളത് വിശദമായി പരിശോധിക്കും. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിൽ ഉറച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്തതും റേഷൻ വിതരണം ചെയ്യാൻ കഴിയാത്തതും പിന്നാക്കാവസ്ഥയാണെന്ന് ജോർജ് കുര്യൻ 24-നോട് പറഞ്ഞു. കേന്ദ്രമന്ത്രിയെയും BJP-യെയും വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ നേതാക്കൾ ഇന്ന് രംഗത്തെത്തി. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ സഹായം കിട്ടുമെന്ന മുൻ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. റേഷൻ വിതരണം ചെയ്യാൻ കഴിയാതെ പ്രതിസന്ധി വരുന്നത് പിന്നോക്കാവസ്ഥ അല്ലേ എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. യാഥാർത്ഥ്യം തുറന്നു പറയാൻ കേരളം തയ്യാറാകണം. ഫിനാൻസ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. അത് പിന്നോക്കാവസ്ഥ എവിടെയെങ്കിലും ഉണ്ട് ചോദിച്ചാൽ തരും. ഇപ്പം സാമ്പത്തികമായിട്ട് തകർന്നു തന്നെ പിന്നോക്കാവസ്ഥയല്ലേ? ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് പിന്നോക്കാവസ്ഥയല്ലേ? റേഷൻ വിതരണം ചെയ്യാൻ പറ്റാത്തത് അതിനുള്ള പ്രതിസന്ധി വരുന്നത് പിന്നോക്കാവസ്ഥയല്ലേ? ജോർജ് കുര്യനും RSS-ഉം BJP-യും എല്ലാം കേരളത്തിനെതിരാണെന്നും സാമ്പത്തിക പ്രതിരോധവും ആശയ പ്രതിരോധവും സൃഷ്ടിക്കുന്നുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇവിടെ ദാരിദ്ര്യം വേണം, പട്ടിണി വേണം. ആ പട്ടിണിയിലേക്ക് കേരളത്തെ നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും തരില്ല എന്നാണ്. അങ്ങനെ ഒരു ആനുകൂല്യം കേരളത്തിന് വേണ്ട. മോദി കേരളത്തെ അവഗണിക്കുന്നില്ലെന്ന കണക്കുകൾ നിരത്തി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്ത് വന്നു. NDA സർക്കാർ വരുന്നതിന് മുമ്പ് 10 വർഷം ഇവിടെ ഭരിച്ചത് UPA ഗവൺമെന്റാണ്. ആ 10 വർഷം കേരളത്തിന് കേന്ദ്രം നൽകിയ സഹായങ്ങൾ, ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെടും. കേരള സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് ശരിയല്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ആരോപണം. 24 ഡൽഹി. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മറുപടിയുമായി CPM നേതാക്കൾ. കേരളം കേന്ദ്രത്തോട് ചോദിക്കുന്നില്ല, കൃത്യമായി കണക്ക് നൽകില്ല എന്നീ പരാമർശങ്ങൾ വിരോധാഭാസമാണെന്ന് K രാധാകൃഷ്ണൻ MP പറഞ്ഞു. ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ വന്നപ്പോൾ കൃത്യമായ സാമ്പത്തിക സ്ഥിതി അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർവ്വമേഖലയിലും കേരളം ഒന്നാമതായിട്ടും ബോധപൂർവം കേന്ദ്ര സർക്കാർ കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. കേരളത്തിന് അർഹമായി കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ്ടും കേരളം വേണ്ട രീതിയിൽ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
24,000 കോടി രൂപയുടെ പാക്കേജ് കൃത്യമായിട്ടാണല്ലോ കൊടുത്തത് ഓരോ സെക്ടറിലും. എന്നിട്ടും കേരളത്തെ സഹായിക്കാതിരിക്കുന്നതിനുള്ള ന്യായം പറയുന്നത് കേരളത്തിന് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ചോദിക്കുന്നില്ല, പറയുന്നില്ല, കൃത്യമായി കണക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വിരോധാഭാസമാണ്. അത് കേരളത്തെ വീണ്ടും വീണ്ടും കേരളീയരെ, മലയാളികളെ വീണ്ടും അപഹസിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി പ്രസ്താവന ഇറക്കുന്നത് BJPയോട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് എനിക്ക് സംശയം. കേരളത്തിൽ BJP അല്ലെങ്കിൽ തന്നെ പല പ്രയാസവും നേരിടുന്നു. അതിൻ്റെ വളർച്ച ഒന്നും കൂടി പടവലങ്ങ പോലെ താഴോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കരാറെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എടുത്തോ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല, കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സമ്പ്രദായം, കേരളത്തിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ട്? ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. മറ്റ് സംസ്ഥാനത്ത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സാധാരണ മനുഷ്യരും പ്രയാസം അനുഭവിക്കുന്നത് പോലെ കേരളവും പ്രയാസത്തിലേക്ക് പോകണം എന്നാൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്നത് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറാവണം. KSRTCയിലെ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF ആഹ്വാനം ചെയ്ത ജീവനക്കാരുടെ സമരം ഭാഗികം. 92% ബസ്സുകളും സർവീസ് നടത്തിയതായി KSRTCയുടെ കണക്ക്. 60% ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തു എന്നും താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചാണ് സമരത്തെ സർക്കാർ നേരിട്ടതെന്നും TDF അവകാശപ്പെട്ടു. സംസ്ഥാനത്തൊട്ടാകെ 4026 ബസ്സുകളാണ് ഇന്ന് സർവീസ് നടത്തിയത്. സമരത്തെ തുടർന്ന് 272 ഷെഡ്യൂളുകൾ മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതെന്ന് KSRTC അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച 4298 ബസ്സുകളാണ് സർവീസ് നടത്തിയത്. കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തി. തിരുവനന്തപുരം ജില്ലയിൽ 8 സർവീസുകൾ മാത്രമാണ് മുടങ്ങിയതെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണക്ക്. മലപ്പുറം, പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ അറ്റൻഡൻസ് കുറവുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ മറ്റ് ഡിപ്പോകളിലെ ജീവനക്കാരെ കൊണ്ടുവന്നിട്ടും എംപാനലുകാരെ വെച്ചിട്ടും വണ്ടി പരമാവധി ഓടിക്കുന്നുണ്ട്. അത് വിലയിരുത്തൽ വൈകിട്ടോടുകൂടി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു സർവീസുകളെ വളരെ ദോഷകരമായിട്ട് യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല. വിവിധ സ്ഥലങ്ങളിൽ സമരക്കാർ ബസ്സുകൾ തടഞ്ഞു. ഏറ്റവും അധികം ജീവനക്കാർ പണിമുടക്കിയത് പെരുമ്പാവൂരിലാണ്. 42 സർവീസിൽ 13 മാത്രമാണ് ഇന്ന് നിരത്തിലിറങ്ങിയത്. താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് സമരം പൊളിക്കാൻ സർക്കാർ ശ്രമിച്ചതെന്ന് TDF ആരോപിച്ചു. എന്ന് ശമ്പളം കിട്ടും എന്ന് തൊഴിലാളികൾക്ക് അറിയാത്ത ഏക പൊതുമേഖലാ സ്ഥാപനം ഇതാണ്. 31% DA കുടിശ്ശികയാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോഴേക്ക് ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന NDR ആയാലും NPS ആയിരുന്നാലും കൃത്യമായി അടയ്ക്കാത്തത് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ജീവനക്കാർക്കുണ്ടാകുന്നു. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യുക എന്നതുൾപ്പെടെ 12 ആവശ്യങ്ങൾ ഉയർത്തിയാണ് TDF 24 മണിക്കൂർ സമരം നടത്തുന്നത്. 24 തിരുവനന്തപുരം. അതേസമയം പണിമുടക്കിനിടെ കൊട്ടാരക്കര ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രി. 8 ബസ്സുകളുടെ വയറിംഗ് ആണ് നശിപ്പിച്ചത്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ. ഒരു വിഭാഗം ജീവനക്കാരുടെ പണിമുടക്കിനിടയിലാണ് കൊട്ടാരക്കര ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന 8 ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ചത്. അന്തർസംസ്ഥാന സർവീസ് നടത്തേണ്ട ബസ്സുകളടക്കം കട്ടപ്പുറത്തായി. ദൃശ്യങ്ങൾ സഹിതം 24 വാർത്ത പുറത്തുവിട്ടതോടെയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പണിമുടക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പണിമുടക്കട്ടെ, അത് ഒരു സമരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് ഈ KSRTCയുടെ സ്വത്തുക്കളെ ഡാമേജ് ചെയ്യുന്ന തരത്തിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇതിൽ പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് പ്രകാരം കേസെടുക്കും. മാത്രമല്ല, ഞാനത് SP-യോട് സംസാരിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ പോലീസായിരിക്കും നടത്തുന്നത്. പ്രതികളെ കണ്ടെത്തണമെന്ന് നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരാണ് പിന്നിലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. സർവീസ് നടത്താതിരിക്കാനാണ് ബസിന്റെ വയറിംഗ് നശിപ്പിച്ചതെന്ന് ഒരു വിഭാഗം തൊഴിലാളികൾ ആരോപിച്ചു. ഏകദേശം 8ഓളം ബസ്സുകളിലാണ് ഈ സ്റ്റാർട്ടർ കേബിൾ ഉൾപ്പെടെയുള്ളത് അറുത്ത നിലയിലും ചിലത് വലിച്ചുപറിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. അതിൽ ഇന്റർസ്റ്റേറ്റ് സർവീസ് ഉൾപ്പെടെയുള്ള സർവീസുകളാണ് ഇത്തരത്തിൽ കാണപ്പെട്ടത്. പണിമുടക്ക് സർവീസിനെ ബാധിച്ചിട്ടില്ല. ഈ കംപ്ലൈന്റ് ആയ ബസ്സുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സർവീസുകളും കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. കൊട്ടാരക്കര ഡിപ്പോയിൽ കേടുപാടുണ്ടായ ബസ്സുകൾ ഒഴികെ ബാക്കി എല്ലാ ബസ്സുകളും സർവീസ് നടത്തി. 24 കൊല്ലം. ഈ പോത്തുണ്ടിയിലെ ഇരട്ടക്കൊലപാതകം നടത്തിയ പ്രതി ചെന്താമര, അയാൾ ഈ കുറ്റകൃത്യത്തിന് ശേഷം ഒളിച്ചിരുന്നത് സമീപത്തെ കനാലിലായിരുന്നു. വൈകുന്നേരം വരെ ഈ കനാലിൽ അയാൾ ഒളിച്ചിരുന്നു. അതായത് പോലീസും നാട്ടുകാരും ഒക്കെ തിരയുമ്പോൾ അയാൾ ആ കനാലിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ രാത്രിയിലാണ് കനാലിലൂടെ അയാൾ മലയിലേക്ക് കയറിയത്. അവിടെ ഒരു ഗുഹയിൽ അയാൾ വീണ്ടും ഒളിച്ചിരുന്നു.
അവിടെ പോലീസ് പരിശോധന നടത്തുന്നതും ഡ്രോൺ നിരീക്ഷണവും ഒക്കെ അയാൾ കാണുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം അയാൾ വീട്ടിലെത്തി കൊടുവാൾ അവിടെ സൂക്ഷിച്ചു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ പ്രതി തന്നെ തെളിവെടുപ്പിനിടെ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെ നടപടിയുമായി അമേരിക്ക. ആദ്യഘട്ടത്തിൽ 205 പേരെയാണ് നാടുകടത്തിയത്. 17,940 അനധികൃത ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത് എന്നാണ് കണക്കുകൾ. 205 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെയാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക നാടുകടത്തിയത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3 മണിയോടെയാണ് ടെക്സസിലെ സാൻ അന്റോണിയോ വിമാനത്താവളത്തിൽ നിന്ന് C-17 സൈനിക വിമാനം പുറപ്പെട്ടത്. എൽപാസോ, ടെക്സസ്, സാന്റിയാഗോ, കാലിഫോർണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5000-ലേറെ അനധികൃത കുടിയേറ്റക്കാരെയാണ് ഇത്തരത്തിൽ നാടുകടത്തുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ അമേരിക്ക നടപടി ആരംഭിച്ചത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള നിരവധി അനധികൃത കുടിയേറ്റക്കാരെ 6 വിമാനങ്ങളിൽ ഇതിനകം നാടുകടത്തിക്കഴിഞ്ഞു. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിലെ 2024 കണക്കുകൾ പ്രകാരം അനധികൃതമായി കുടിയേറിയ 17,940 ഇന്ത്യക്കാരാണുള്ളത്. അടുത്തയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുമെന്ന വാർത്തകൾക്കിടയിലാണ് ആദ്യഘട്ട നാടുകടത്തൽ. അമേരിക്കയിലെ അനധികൃത ഏഷ്യക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യ 13ാം സ്ഥാനത്താണ്. ചൈനയാണ് 1ാം സ്ഥാനത്ത്. അമേരിക്കയിലുള്ള 1.1 കോടി അനധികൃത കുടിയേറ്റക്കാരെ ഘട്ടം ഘട്ടമായി നാടുകടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇന്റർനാഷണൽ ഡെസ്ക് 24. AI സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട മുൻ നിലപാട് തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിർമ്മിത ബുദ്ധിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്നും അത് ചൂഷണത്തിന് വഴിവെക്കുമെന്നുമാണ് MV ഗോവിന്ദന്റെ പുതിയ നിലപാട്. AI സോഷ്യലിസം കൊണ്ടുവരുമെന്നായിരുന്നു MV ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത്. അപ്പോ AI മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്നാ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്, ഒരു സംശയവും വേണ്ട. എയുടെ വരവോടെ വൈരുദ്ധ്യം കൂടി സോഷ്യലിസം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ഗോവിന്ദൻ മാസ്റ്റർ പ്രതീക്ഷയ്ക്ക് അധികം ആയുസ്സുണ്ടായില്ല. CPM കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ കരട് രാഷ്ട്രീയ പ്രമേയം എയുടെ അപകടങ്ങളെപ്പറ്റി പറയുന്നുകൊണ്ടാണോ അതോ സ്വയം തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ എന്ന് വ്യക്തമല്ല. നിന്ന നിൽപ്പിൽ ഗോവിന്ദൻ മാസ്റ്റർ മലക്കം മറഞ്ഞു. സോഷ്യലിസമല്ല, ചൂഷണമാണ് AI കൊണ്ടുവരികയെന്നാണ് പുതിയ വെളിപാട്. മുതലാളിത്ത സമൂഹത്തിൽ ആ സമ്പത്ത് മുഴുവൻ കുന്നുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റുകളുടെ കുത്തകകളുടെ കയ്യിലാണ് എത്തിച്ചേരുക. വലിയ പോരാട്ടങ്ങൾക്ക്, സമരങ്ങൾക്ക്, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് അത് ആധാരമാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എയെ പറ്റിയുള്ള താത്വിക അവലോകനം കരട് രാഷ്ട്രീയ പ്രമേയം ശരിവെക്കാത്തത് പാർട്ടിയുടെ സൈദ്ധാന്തികനായ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ക്ഷീണമായി. അദ്ദേഹം കൂടി അംഗമായ പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയുമാണ് കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്ത് തയ്യാറാക്കിയത്. 24 തിരുവനന്തപുരം. നടിയുടെ പീഡന പരാതിയിൽ M മുകേഷ് MLA-ക്കെതിരായ കുറ്റപത്രം മടക്കി. തീയതികളിൽ ഉണ്ടായ പിഴവ് തിരുത്താൻ നിർദ്ദേശം നൽകിയാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുറ്റപത്രം മടക്കിയത്. അതേസമയം മുകേഷിനെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. ധാർമ്മികത നോക്കി MLA സ്ഥാനം രാജിവെച്ചാൽ കോടതി വിധി വരുമ്പോൾ MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ കഴിയുമോ എന്നായിരുന്നു MV ഗോവിന്ദന്റെ ചോദ്യം. മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടുമില്ല. ഇപ്പം എന്താണോ നിലപാട്, ആ നിലപാട് തന്നെയാണ്. ഇനി അവിടെ വേണ്ടത് എന്താ വെച്ചാൽ കോടതിയുടെ വിധി വരണം. വിധി വരട്ടെ, അപ്പോൾ നമുക്കറിയാം. CPIM-ന്റെ മുമ്പിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ ചാർജ് ഷീറ്റ് പിന്നെ കേസ് കൊടുത്താൽ പിന്നെ ചാർജ് ഷീറ്റ് കൊടുക്കണം. ധാർമ്മികതയുടെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികതയുടെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു കിട്ടുമോ? കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുത്ത യുവതി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കുടുംബം. ലോഡ്ജ് ഉടമയും ജീവനക്കാരും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും യുവതി അലറിക്കരയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അതേസമയം പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് പെൺകുട്ടി ചാടുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണിത്. പീഡനശ്രമം ചെറുത്ത പെൺകുട്ടി അലറിക്കരയുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. ലോഡ്ജ് ഉടമയും മറ്റ് 2 പേരും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചാടിയതെന്നുമാണ് പോലീസിന് പെൺകുട്ടി മൊഴി നൽകിയത്. അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കുടുംബം പുറത്തുവിട്ടത്. മാത്രമല്ല,
ലോഡ്ജ് ഉടമ അശ്ലീല സന്ദേശങ്ങൾ പെൺകുട്ടിക്ക് അയച്ചതായും കുടുംബം പറയുന്നുണ്ട്. അതേസമയം പ്രതികൾ കേരളം വിട്ടിട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തി. ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി ജില്ലയിലുടനീളം പരിശോധന നടത്തുകയാണ്. മാത്രമല്ല, ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമവും പുരോഗമിക്കുന്നുണ്ട്. പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 കോഴിക്കോട്. രാജ്യസഭയിൽ കേരളത്തിന്റെ എയിംസ് ആവശ്യം ഉന്നയിച്ച് PT ഉഷ MP. കിനാലൂരിൽ എയിംസ് വേണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്നും സർക്കാർ ഭൂമി ഈ മേഖലയിൽ കൂടുതലായി ഉണ്ട് എന്നും PT ഉഷ വ്യക്തമാക്കി. 153 ഏക്കർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനും 5 ഏക്കർ ഉഷ സ്കൂളും നൽകിയിട്ടുണ്ട് എന്നും PT ഉഷ പറഞ്ഞു. Kinalur is the first choice of Kerala state government for the proposed All India Institute of Medical Science. The advantage of the location include a majority of the land is owned by the government, minimizing land acquisition process from private landowners and increasing the scope of the future expansion of the AIIMS Institute upon establishing. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും. വൈകിട്ട് 5 മണിയോടെ പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് സൂചന. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിൽ. ഡൽഹിയിലെ ജനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. 13,033 പോളിംഗ് ബൂത്തുകൾ, 1,55,00,000 വോട്ടേഴ്സ്, സുരക്ഷയ്ക്കായി 30,000 പോലീസും 150 കമ്പനി അർദ്ധസേനയും, 70 മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികൾ. നാളെ രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും. വോട്ടേഴ്സിനെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പാക്കി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അനായാസ വിജയം നേടിയ ആം ആദ്മി പാർട്ടി 4ാം തവണയും സർക്കാർ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. BJPയിൽ നിന്ന് കടുത്ത മത്സരമാണ് ഇത്തവണ നേരിടുന്നത്. ഡൽഹി മദ്യനയ അഴിമതിയും കെജ്രിവാളിന്റെ വസതി മോടി പിടിപ്പിക്കലും യമുനാ നദി മലിനീകരണവും അടക്കം അനവധി ആരോപണങ്ങളാണ് പ്രചരണത്തിനായി BJP ഇത്തവണ ഉപയോഗിച്ചത്. ഒപ്പം കേന്ദ്ര ബജറ്റും നികുതി ഇളവും മധ്യവർഗ വോട്ടർമാർക്ക് നിർണായകമായ ഡൽഹിയിൽ BJPക്ക് അനുകൂല സാഹചര്യമൊരുക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ 2 തവണയും ചിത്രത്തിലില്ലാതിരുന്ന കോൺഗ്രസ് ഇത്തവണ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മുൻനിർത്തി തിരിച്ചുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. 1 മാസം നീണ്ട വാശിയേറിയ പ്രചരണം. ജനവിധി എന്തെന്ന് ഫെബ്രുവരി 8-ന് അറിയാം. അവസാന ഘട്ടത്തിലും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയും. വിനീത VG 24 ഡൽഹി. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യശാലികളെ നാളെ അറിയാം. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. 45 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റഴിച്ചത്. 20 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന ബമ്പർ നറുക്കെടുപ്പിലൂടെ 21 പേർ കോടീശ്വരന്മാരാകും. 2ാം സമ്മാനമായി ഓരോ കോടി രൂപ വീതം 20 പേർക്കും നൽകുന്നുണ്ട്. നറുക്കെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിൽപ്പന കേന്ദ്രങ്ങളിൽ കാര്യമായ തിരക്കാണ്. ആകെ 50 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തിയതിൽ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി വരെ 45,34,650 ടിക്കറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ ബമ്പറിനേക്കാളും കുറച്ചുകൂടി ജനകീയമായെന്നും ടിക്കറ്റ് ആൾക്കാർ കൂടുതൽ എടുത്തു തുടങ്ങി. ഇപ്പോഴും നല്ല സെയിലോട്ട് വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും റെക്കോർഡ് സെയിലാണെന്ന് തോന്നുന്നു ബമ്പർ. എപ്പോഴും തിരുവനന്തപുരം പ്രതീക്ഷയുണ്ട്, പ്രാവശ്യം പ്രതീക്ഷയുണ്ട്. കാരണം അന്നൊരു വലിയൊരു ബമ്പർ അടിച്ചതിന് ശേഷം, അതായത് അനൂപിന് 20 അടിച്ച ശേഷം അത്ര വലിയ ബമ്പറുകളൊന്നും നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പ്രതീക്ഷയുണ്ട്. ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് കിട്ടും, നമുക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്നു. 8,87,140 ടിക്കറ്റുകൾ വിറ്റ പാലക്കാട് ജില്ലയാണ് 1ാം സ്ഥാനത്തുള്ളത്. 5,33,200 ടിക്കറ്റുകൾ വിറ്റഴിച്ച തിരുവനന്തപുരം ജില്ല 2ാമതും. 4,97,320 ടിക്കറ്റുകൾ വിറ്റ തൃശൂർ ജില്ല നിലവിൽ 3ാം സ്ഥാനത്തുമാണ്. 400 രൂപയാണ് ക്രിസ്മസ് നവവത്സര ബമ്പർ ടിക്കറ്റിന്റെ വില. 24 തിരുവനന്തപുരം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
അണ്ടർ-19 2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മിന്നും വിജയത്തിനു ശേഷം വയനാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ജോഷിത. രാജ്യത്തിന്റെ വിജയത്തിൽ അഭിമാനമുണ്ടെന്നും സീനിയർ ടീമിൽ ഇടം കിട്ടുകയാണ് ലക്ഷ്യമെന്നും ജോഷിത 24-നോട് പറഞ്ഞു. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അണ്ടർ-19 വനിതാ വേൾഡ് കപ്പിൽ മിന്നുന്ന വിജയം നേടി ഇവിടേക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ജോഷിത. ജോഷിത നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? വേൾഡ് കപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ടീമിലെല്ലാവർക്കും ആണെങ്കിലും ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. കാരണം നമുക്ക് രണ്ടാമത്തെ വേൾഡ് കപ്പാണ് അണ്ടർ-19 കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ടീമിൽ മൊത്തം എങ്ങനെയുണ്ട്? സഹപ്രവർത്തകരുടെ കൂട്ടായ്മ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കോച്ചസ് ആയാലും കൂടെ കളിക്കുന്ന സാധാരണങ്ങളായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് ഫീൽഡിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല. 6 വിക്കറ്റാണ് നേടിയത്. അതെ. ഫസ്റ്റ് വെസ്റ്റ് ഇൻഡീസിന്റെ കൂടെയുള്ള മാച്ചിന് എനിക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടി. നല്ല മാച്ചായിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നുള്ളതിലാണേലും അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ജോഷിത ഈ കളിയിലേക്ക് ക്രിക്കറ്റിലേക്ക് വരുന്നത്? എങ്ങനെയാണ് അതിന്റെ തുടക്കം എന്ന് പറയും? മുണ്ടേരി സ്കൂളിൽ ക്രിക്കറ്റിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു ഈവനിങ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് അമൽ സാറാണ് എന്നെ അക്കാഡമിയിലേക്ക് ആക്കുന്നത്. കൃഷ്ണഗിരി ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് ആക്കുന്ന അമൽ സാറാണ്. അങ്ങനെയാണ് എത്തുന്നത്. കൃഷ്ണഗിരിയാണ് പിന്നീട് വളർച്ചയുടെ പടവുകളിൽ. അതെ, KCAയും WDCയും തന്നെയാണ് എന്റെ വളർച്ചകൾ. മച്ചാൻ സാറായാലും അവരൊക്കെ തന്നെയാണ് എന്റെ വളർച്ചേന്റെ പിന്നിൽ. ഈ കൃഷ്ണഗിരിയിൽ തന്നെയാണല്ലോ മിന്നുമണി വന്നതും സജന വന്നതും. അവരൊക്കെ എങ്ങനെയാണ് ഒരു സഹകരണം എങ്ങനെയാണ്? ചേച്ചിമാരെ അവരെ കണ്ട് ഇൻസ്പയർഡ് ആയിരുന്നു നമ്മളൊക്കെ പഠിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യൻ ടീമിലേക്ക് എത്താം, കേരളത്തിൽ നിന്നും എത്താം എന്നുള്ളത് അവരെ കണ്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. വിളിക്കാറുണ്ടോ? കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടോ? എനിക്ക് കിട്ടിയപ്പോഴൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മുമ്പിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് സ്വപ്നം? ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ WPL വരുന്നുണ്ട്. അതിൽ നല്ലപോലെ പെർഫോം ചെയ്യുക, സീനിയർ ടീമിൽ കയറുക തന്നെയാണ് ആഗ്രഹം. എത്രയും വേഗം സാധ്യമാവട്ടെ ദേശീയ ടീമിൽ. മകളെത്തിയിരിക്കുന്നു, എന്താണ് പറയാനുള്ളത് അമ്മയ്ക്ക്? വളരെയധികം സന്തോഷം. എന്തായാലും ഇത്രയും എത്തിയല്ലോ, അതിന് വളരെയധികം സന്തോഷം. അത്രയേ ഉള്ളൂ. ഇനി എന്താണ് സ്വപ്നങ്ങൾ? ഇനി അവളുടെ സ്വപ്നങ്ങൾ തന്നെ. ഇനി അവൾക്ക് ഇന്ത്യൻ ടീമിൽ കയറണം എന്നാണ് ആഗ്രഹം. അപ്പോൾ WPL അവൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ ഇന്ത്യൻ ടീമിലേക്ക് എത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും റോയൽ ചലഞ്ചേഴ്സ് ടീമിലാണ് ജോഷിത കളിക്കുന്നത്. അതിന്റെ ഭാഗമാകാൻ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ആ ക്യാമ്പിന്റെ ഭാഗമാകും. സീനിയർ ടീമിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് സ്വപ്നം. ആ സ്വപ്നം എത്രയും വേഗം യാഥാർത്ഥ്യമാവട്ടെ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.